മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ പിറവിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ 13ാമത് ദിവസത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമ്മൾ എടുക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 11ാമത് തിരുവചനമാണ്. ഈ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിവില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാനായിട്ട് നോക്കിയ മോശയെ ശക്തിപ്പെടുത്തിയ ദൈവം, സ്വന്തം അപ്പൻ പോലും മാറ്റി നിർത്തിയ കഴിവില്ലെന്ന് പറഞ്ഞ ദാവീദിനെ, ഗോലിയാത്തിനെ കൊലപ്പെടുത്താനായിട്ട് തിരഞ്ഞെടുത്ത ദൈവം മനുഷ്യകുലത്തിന് ഒരു രക്ഷകനായി ഒരു ശിശുവിനെ അയക്കുന്നു. ശിശു രക്ഷകനാകുന്നു. ശിശു ദുർബലനാണ്, കഴിവില്ലാത്തവനാണ്, മറ്റുള്ളവരുടെ സഹായം ആവശ്യമുണ്ട്. പക്ഷേ ശിശുവിനെ ദൈവം രക്ഷകനായി ഉയർത്തുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നിന്റെ ദുർബലതയിൽ നിന്ന് നിന്റെ ജീവിതത്തിന് രക്ഷ നൽകാൻ ദൈവത്തിന് സാധിക്കും. പലപ്പോഴും നിന്റെ ജീവിതത്തിൽ നീ ചിന്തിക്കാറില്ലേ, എനിക്ക് കഴിവില്ല, ഞാൻ ദുർബലനാണ്, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ദൈവം എന്തിനാ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്? നമ്മൾ പലപ്പോഴും ദൈവത്തിന് മുമ്പിൽ നടത്തുന്ന ഒരു ചോദ്യം ഇതല്ലേ? പ്രിയപ്പെട്ട ദൈവമക്കളെ, നിരാശരാ പലരും. എന്നെക്കൊണ്ട് കടം വീട്ടാൻ കഴിയില്ല, എന്നെക്കൊണ്ട് പഠിക്കാൻ കഴിയില്ല, വിജയിക്കില്ല, എന്നെ ഒന്നിനും കൊള്ളത്തില്ല. ഇങ്ങനെ നിരാശയുടേതായ ചിന്തകളാണ് നമ്മുടെ ഉള്ളിലുള്ളത്. നമ്മൾ ഓരോരുത്തരും നോക്കുന്നത് നമ്മുടെ ദുർബലതയിലേക്കാണ്, നമ്മുടെ കഴിവില്ലായ്മയിലേക്കാണ്, നമ്മുടെ ശക്തിയില്ലായ്മയിലേക്കാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നീ ദുർബലനെന്ന് തോന്നുന്ന നിമിഷം ദുർബലതയിൽ നിന്ന് നിനക്ക് രക്ഷയും ഉയർച്ചയും നൽകുവാനായിട്ട് കഴിവുള്ള സർവശക്തനായ ദൈവത്തെങ്കിലേക്ക് നോക്കാനായിട്ട് നിനക്ക് സാധിക്കണം. ആ ദൈവത്തെ വിളിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. നിന്റെ ദുർബലതയിലേക്ക് നോക്കി കണ്ണുനീരോടെ നിൽക്കുകയല്ല നീ ചെയ്യേണ്ടത്, നിരാശപ്പെട്ട് നിൽക്കുകയല്ല ചെയ്യേണ്ടത്. നിന്റെ ദുർബലതയെ മാറ്റി നിനക്ക് ശക്തി നൽകാനും ഉയർച്ച നൽകാനും രക്ഷ നൽകാനും കഴിയുന്ന ദൈവത്തെങ്കിലേക്ക് നീ നോക്കിയാൽ നിന്റെ ദുർബലതകളിൽ നിന്ന് പോലും നിനക്ക് രക്ഷ നൽകുന്ന ദൈവം നിന്നെ രക്ഷിക്കും. ഈ ഒരു ചിന്ത മനസ്സിലുണ്ടായിരിക്കട്ടെ. നിന്റെ ദുർബലതയെ ഇന്ന് ശക്തിയാക്കി മാറ്റുന്നതിന് വേണ്ടി ദുർബലത തിരിച്ചറിഞ്ഞ് ആ ദുർബലതയെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കുക. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ കുറവുകളെയും നമ്മുടെ ബലഹീനതകളെയും ഈശോയോട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ. ഇവരുടെ ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ. അന്ധകാരത്തിൻ്റെ എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ. സർവ്വ തിന്മകളും തകരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.